ഗുഡ് മോർണിംഗ് ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഊട്ടിയിലെ ഫസ്റ്റ് മോർണിംഗ് ആണ്. അത്യാവശ്യം നല്ല കാറ്റും അതിൻ്റെ കൂടെ നല്ല തണുപ്പും ഉണ്ട്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ പാടെ ഇച്ചിരി വെയിൽ തപ്പി ഇറങ്ങിയതാണ്. ഇച്ചിരി ചൂട് കൊള്ളാനായിട്ട്. കാരണം അത്രയ്ക്ക് സഹിക്കാൻ വയ്യ. കാറ്റടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ തണുപ്പും കൂടെ വല്ലാണ്ട് ഒരു ഇതാണ്. അപ്പം അതുകൊണ്ടൊരു ചൂട് തപ്പി ഇറങ്ങിയതാണ് രാവിലെ. ഇന്നലെ ആക്ച്വലി വൈകിട്ടത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ പൂളിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം സ്പെൻഡ് ചെയ്തുകൊണ്ട് വൈകിട്ട് ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴേ പൂളിൽ ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ ഞങ്ങളതിനകത്തൊന്ന് കയറിയപ്പോൾ മണി 7 മണിയോളം കഴിഞ്ഞു. അത്രയും നേരം തണുത്ത വെള്ളത്തിൽ കിടന്ന് ഞങ്ങളെല്ലാവരും സ്പെൻഡ് ചെയ്തുകൊണ്ട് രാത്രിയിൽ ഒട്ടും വയ്യാതായിപ്പോയി. ക്ഷീണവും പിടിച്ച് പിന്നെ ഫുഡൊന്നും അങ്ങനെ അധികം കഴിച്ചൊന്നുമില്ല. അങ്ങ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കിതിൽ വൈകിട്ടത്തെ ഇവിടുത്തെ നൈറ്റ് വ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാം ഞാനും എൻ്റെ കസിനും ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ കിടന്നു. പിന്നെ ഏട്ടനും അവരെല്ലാം രാത്രി നൈറ്റ് റൈഡിംഗ് എന്നും പറഞ്ഞ് വണ്ടി എടുത്തിട്ട് പോയി. അവരെല്ലാം വെളുപ്പിനെയാണ് കയറി വന്നത്. ഇന്നലത്തെ ദിവസം നല്ല രസമായിരുന്നു. രാവിലെ ഇനിയിപ്പം ഞങ്ങളെല്ലാം ഒന്ന് ഫ്രഷായിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള പ്ലാനിങ് ആണ്. അപ്പം അവരെല്ലാം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി ഞാൻ ആ വഴി കാണിക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുവാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം ഞങ്ങളൊരു 8:45 തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഞങ്ങൾ വന്നപ്പം ഒരു ഫാമിലി മാത്രമേ അവിടെ ഇരുന്ന് കഴിക്കുന്നുള്ളായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കോഫി ഉണ്ടായിരുന്നു, ടീ, പിന്നെ ബ്രെഡ്, ജാം, പിന്നെ വന്നിട്ട് പാസ്ത ഉണ്ടായിരുന്നു. പിന്നെ ഇത് പൊങ്കലാണ്, തമിഴ്നാട് സ്റ്റൈൽ പൊങ്കലായിരുന്നു അത്. പിന്നെ വന്നിട്ട് മല്ലിയില ഇട്ടൊരു ചട്നി, പിന്നെ സാധാ ഒരു കോക്കനട്ട് ചട്നി, സാമ്പാർ നല്ല സൂപ്പറായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇഡലിയും നല്ലൊരു സോഫ്റ്റ് ടൈപ്പ് ഇഡലിയായിരുന്നു. ഇത്രയൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. ഞാൻ പറഞ്ഞു അവരുടെ ഫുഡിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. അതുകൊണ്ട് ഞങ്ങൾ കോഫിയും പിന്നെ വന്നിട്ട് ഇഡലിയും സാമ്പാറും വരെ ഞങ്ങൾ കഴിച്ചത്. പിന്നെ സ്റ്റേഴ്സ് ബ്രെഡും ജാമുമാണ് കഴിച്ചത്. ഞാൻ ഓൾമോസ്റ്റ് മറ്റു ഫുഡുകളൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്കൊരു ടേസ്റ്റ് വൈസായിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ 11 മണിയായപ്പോൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ടായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ടൂറിസ്റ്റ് പ്ലേസായ ഡോഡാബേട്ട മൗണ്ടൻ വ്യൂ കാണാനാണ് ഞങ്ങൾ പോയത്. ഇത് ഏകദേശം ഊട്ടിയിൽ നിന്ന് ഉള്ളിലോട്ടൊരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. ഇത് ഊട്ടി കൊടാഗിരി റൂട്ടാണ് ഇത് വരുന്നത്. നമ്മുടെ നീലഗിരി മൗണ്ടൻസിലെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടനായിട്ട് അറിയപ്പെടുന്ന ഒരു മൗണ്ടനാണ് ഈ ഡോഡാബേട്ട മൗണ്ടൻ എന്ന് പറയുന്നത്. ഇതിലെ എൻട്രി പോർഷനാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കയറുമ്പം തന്നെ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. കുട്ടികളായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കഷ്ടപ്പെട്ടു പോകും ഈ റൂട്ട് വഴി അവരെ കൊണ്ട് നടന്നു പോകണമെങ്കിൽ. ഷോപ്പുകൾ എന്ന് പറയുമ്പം സ്വെറ്റർ, പിന്നെ എന്താണ് പറഞ്ഞാൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ക്യാപ്പ്, പിന്നെ ചെറിയ സ്നാക്സ്, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് വിൽക്കുന്ന കടകളായിരുന്നു. അപ്പം ഇതുവഴി പാസ് ചെയ്തപ്പം ശ്രേയസ് നല്ല വഴക്കുണ്ടാക്കി. സന്ദീപ് കഷ്ടപ്പെട്ട് ഇടയ്ക്കൂടാണ് അവനെ കൊണ്ടുപോയത്. ഇടയ്ക്കൊരു പോകുന്ന കാണുമ്പോൾ മനസ്സിലാവും അവനൊരു വശത്തോടി ചെരിച്ചാണ് സന്ദീപ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അവൻ പോകുന്ന റൂട്ടിൽ 1-2 സാധനങ്ങളെല്ലാം നോട്ടമിട്ട് വെച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പം അവനതെല്ലാം മേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും. നല്ല വെക്കേഷൻ ടൈം ആയിരുന്നല്ലോ ഓണത്തിൻ്റെ. അപ്പം അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു വഴി കൂടെ പോകുമ്പോഴത്തേക്കും.
ഞങ്ങൾ നടന്ന് ഏറ്റവും മേളുവശത്തെത്തി. അവിടെ ഒരു എൻട്രി പാസ് ഉണ്ട്, 10 രൂപയാണ് വരുന്നത്. അപ്പം ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, 50 രൂപ എൻട്രി പാസ്സായിട്ട് കൊടുത്തു. കുഞ്ഞിന് വേണ്ടായിരുന്നു, കുഞ്ഞിനൊരു 3-3.5 വയസ്സായതേ ഉള്ളതുകൊണ്ട് അവന് വേണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾക്ക് 5 പേർക്ക് പാസ് എടുത്തു. ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങുമ്പം ഈ കാണുന്നതാണ്, ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഊട്ടി ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും ഇതിന് മുകളിൽ നിന്നാൽ. ഞങ്ങൾ അത്രയും മുകളിലോട്ടൊന്നും കയറിയില്ല, ഞങ്ങൾ ജസ്റ്റ് ആ സൈഡ് ഭാഗത്ത് നിന്ന് കാണുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല മഴക്കാറ് കയറുന്നുണ്ടായിരുന്നു, ഇരുണ്ടിങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തണുപ്പും കൂടെ ആയപ്പം നല്ല രസമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് ഇറങ്ങി അതിൻ്റെ എൻഡ് പോർഷന് ചെല്ലുമ്പോഴത്തേക്കുമാണ് ആ കുന്നിൻ്റെ പീക്ക് വ്യൂവിലോട്ട് നമ്മൾ എത്തുന്നത്. അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നമുക്ക് ആ ഒരു പരിധി വരെ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അവിടെ വേലിയൊക്കെ കെട്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിൽക്കുമ്പം ഭയങ്കര കാറ്റാണ് കുന്നിൻ്റെ താഴ്ഭാഗത്തു നിന്നും സൈഡിൽ നിന്നും എല്ലാം അടിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ സെക്കൻഡ് ഡേയിൽ ഞങ്ങളൊരു കോട്ടേജ് ആയിരുന്നു എടുത്തത്, അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ ഊട്ടിക്ക് സെൻറ്ററായിട്ട് തന്നെയാണ് കോട്ടേജ് എടുത്തത്. ഊട്ടിയിൽ നിന്ന് കുറച്ച് മുകളിലോട്ടുള്ളൊരു ഭാഗം നോക്കി ഉള്ള പോർഷനിലാണ് ഞങ്ങൾ കോട്ടേജ് എടുത്തത്. അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കോട്ടേജിൻ്റെ പേര് വന്നിട്ട് ഫോർച്യൂൺ എന്നായിരുന്നു. കമ്പാരിറ്റീവ്ലി ഞങ്ങളുടെ ഫസ്റ്റ് റിസോർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഫോർച്യൂൺ റിട്രീറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഈ കോട്ടേജ്. ഇത് ഇവരുടെ റിസപ്ഷൻ സെക്ഷനായിരുന്നു. റിസപ്ഷൻ സെക്ഷൻ തന്നെ നല്ല രസമാണ്, നല്ലതായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതും ഒക്കെ. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിന്നൊരു 300 മീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവരുടെ കോട്ടേജും കാര്യങ്ങളും വരുന്നത്. ഇവിടെ ഇവരുടെ റെസ്റ്റോറൻറ്റും റിസപ്ഷൻ സെക്ഷനും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുക. അങ്ങനെ ഇതായിരുന്നു നമുക്ക് കിട്ടിയ കോട്ടേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എൻട്രി പോർഷനാണിത്. ഇവിടുന്ന് നേരെ നോക്കുമ്പം വലിയൊരു വ്യൂ ഒക്കെ കാണാം. ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഒരു വീടെന്ന് തന്നെ പറയാം. ഈ വീടിൻ്റെ അകത്ത് വരുന്നത് 2 ബെഡ്റൂം വരുന്നുണ്ട്, 2 ബാത്റൂം വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചെറിയൊരു ഹാള്, ഡൈനിങ് ഹാള് ഇത്രയും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രില്ലൊക്കെ അടിക്കാനാണെങ്കിലും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബെഡ്റൂമിൽ നിന്ന് നോക്കുകയാണെങ്കിലും നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് പുറത്തോട്ട് കിട്ടുന്നത്. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ റിസപ്ഷൻ സെക്ഷനിൽ നിന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടായിരുന്നു വന്നത്. പിന്നെ ഇത് വന്നിട്ട് സെക്കൻഡ് റൂമാണ്. സെക്കൻഡ് റൂമിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്, നല്ല കാറ്റാണ് അതിൽ നിന്ന് വരുന്നതും. അങ്ങനെയുള്ള നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങൾ ചപ്പാത്തിയും പൊറോട്ടയും ടൊമാറ്റോ ഫ്രൈയും പിന്നെ എഗ് റോസ്റ്റും അങ്ങനെയുള്ള കറികളൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്. സത്യം പറയാമല്ല, അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ ഊട്ടി വന്നിട്ട് ഞങ്ങൾ ഒത്തിരി ആസ്വദിച്ച് കഴിച്ചൊരു ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഊട്ടി ടൗണിലോട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ ആ റൂട്ട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എൻട്രി പോർഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് എൻട്രി പാസ് കൊടുക്കുന്നത്. പക്ഷേ സത്യം പറയാമല്ലോ, ഒരു നഷ്ടമായിരുന്നു എന്ന് പറയാം. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൽ ഒരു നഷ്ടമായിട്ട് തോന്നിയത് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്തതാണ്. കാരണം നമ്മുടെ ചുമ്മാ കുറേ ടൈം ഞങ്ങൾക്ക് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ വെറുതെ കുറച്ച് എക്സ്പെൻസ് ആയി പോയ പോലത്തെ ഒരു ഫീലിംഗും ആയിരുന്നു. കാരണം കാണാനെന്ന് പറയാനായിട്ട് ചെടികളും മരങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളേ ഉള്ളായിരുന്നു. കുറേ ടൈം ഇങ്ങനെ അതിനകത്തൂടെ കയറി ഇറങ്ങി നടക്കാമെന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾക്കിത് അതുകൊണ്ടൊരു നെഗറ്റീവ്
ഒരു ഫീല് പോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങൾ കയറി ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ കണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളിങ്ങനെ ഇറങ്ങി അവിടുന്ന്. പിന്നെ ഇവിടെ വെച്ചുള്ള ഏറ്റവും രസമായിട്ട് തോന്നിയത് ഈ ഇന്ത്യയുടെ മാപ്പാണ്. ഇത് ഒരു ഫ്ലവേഴ്സും കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റ്സുകളെല്ലാം ഫ്ലവേഴ്സ് വെച്ച് തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. ഒരു 6 o'clock ആയപ്പോൾ തന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ അവിടുത്തെ മാർക്കറ്റിൽ പോയി. നല്ല വിലക്കുറവായിരുന്നു അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ. ബാഗിനൊക്കെ ഭയങ്കര വിലക്കുറവാണ്. 120-150 രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റി ബാഗുകളുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ദീപ ഒരു ചെറിയ ഹാൻഡ് ബാഗ് മേടിച്ചു. പക്ഷേ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. ഒരു 500 സംതിങ് റേറ്റ് വന്നു. പിന്നെ ഏട്ടനൊരു അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗ് മേടിച്ചുള്ള ഒറിജിനൽ ബാഗായിരുന്നു. അത് വന്നിട്ട് 400 രൂപയ്ക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ആ നൈറ്റ് വ്യൂ ആണ് ഊട്ടിയുടെ ഇത്. നല്ല രസമാണ് നൈറ്റ് വ്യൂ എന്ന് പറയാൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഊട്ടിയുടെ നൈറ്റ് വ്യൂ ഇത്രയും ഒരു അടിപൊളിയാകുമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കോട്ടേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തേർഡ് ഡേ, അതായത് നമ്മുടെ ഫൈനൽ ഡേ ആണ് ട്രിപ്പിൻ്റെ നെക്സ്റ്റ് വരുന്നത്. അത് ഞാൻ പാർട്ട് 3 ഞാൻ കാണിക്കാം. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ.